ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 2 ബൗളിൽ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമാണ്. ഇനി ഇതിലേക്ക് 2 ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ബദാം ഫ്ലേവറും ഒന്ന് പിസ്തയുടെ ഫ്ലേവറുമാണ്. ഒരു ബൗളിൽ ബദാമിൻ്റെ ഫ്ലേവർ ചേർക്കുന്നുണ്ട്, അതുപോലെ മറ്റേ ബൗളിൽ ഞാൻ പിസ്തയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഈ ടൈഗറിൻ്റെ മിക്സ് ആകുമ്പോൾ ഫ്ലേവറും ഉണ്ടാവും കളറും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്ന നല്ലൊരു ഫ്ലേവറാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറിലും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ പിസ്തയുടെ ഒരു മിക്സാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലേവർ ചേർക്കണ്ട കേട്ടോ. ഒരുപാട് ഫ്ലേവർ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മുന്നിട്ട് നിൽക്കും. ബദാമും അതുപോലെ തന്നെ നമ്മൾ രണ്ടും ഒരേ പാകത്ത് തന്നെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. ഇനിയൊരു പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് പൊടിച്ചിട്ട് ബാക്കിയുള്ളത് പൊടിച്ച് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാലാണ് മിക്സ് ചെയ്യുന്നത്. പാലൊഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെയർ നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബദാമിൻ്റെ ആ ഒരു ഫ്ലേവർ ചേർത്തിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെയറുകളായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ആദ്യം ബ്രെഡ് ക്രംസ്, പിന്നെ ഈ ഒരു ഫ്ലേവർ പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടെ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ക്രീം ഫുള്ളായിട്ട് തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിസ്തയുടെ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഫ്ലേവർ ഒരുമിച്ചായത് കാരണം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബദാമും പിസ്തയും നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. 2 ക്രീമും നല്ലപോലെ ആക്കി അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഏതെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് കൂടുതൽ ഇതിന് മുകളിൽ ഞാനൊന്നും ഡെക്കറേഷനായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ. അത് നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ എടുത്തിട്ട് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.